ഹായ് സ്റ്റുഡൻസ്, ഡ്രീംസ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ കേരള പോലീസിന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ വുമൺ പോലീസിന്റെയും എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിലായിരിക്കും എക്സാം എഴുതിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഫിസിക്കലും. അതേപോലെ എല്ലാ കുട്ടികളും ഇപ്പോൾ LD-യുടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. വെരി ഗുഡ്, നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി കരസ്ഥമാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ കേരള പോലീസിന്റെ ഫിസിക്കലിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ മെഷർമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കട്ട് ഓഫ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇപ്പോഴും തന്നെ കണ്ടീഷനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫിസിക്കലും കൂടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മോർണിംഗ് 1 മണിക്കൂറെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിൽ വരുന്ന ഫിസിക്കൽ ഈവന്റും മെഷർമെന്റ് ഈവന്റും ആണ് നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ മെഷർമെന്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് വന്നിട്ട് 168 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. 100% നിങ്ങൾക്ക് 168 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ ചെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 81 സെന്റിമീറ്റർ നിങ്ങൾക്ക് നോർമൽ ഉണ്ടായിരിക്കണം. മിനിമം എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ 100% ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ SC/ST മേഖലയിലേക്ക് പോകണം. അവിടുത്തെ അതിലെ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് 160 സെന്റിമീറ്റർ നോർമൽ ഹൈറ്റും ചെസ്റ്റ് വന്നിട്ട് 76 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വന്നിട്ട് 5 സെന്റിമീറ്റർ നിങ്ങൾക്ക് 100% ഉണ്ടായിരിക്കണം. ഇതായിരിക്കും നിങ്ങളുടെ മെഷർമെന്റിലേക്ക് വരുന്നത്. ഓക്കെ, ഫിസിക്കൽ തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ നിങ്ങൾക്ക് ഫസ്റ്റ് മെഷർമെന്റ് ടെസ്റ്റ് നടക്കും. അതേപോലെ തന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് വിഷൻ വന്നിട്ട് 6/6, അതായത് റൈറ്റ് കണ്ണ് അതേപോലെ ലെഫ്റ്റ് കണ്ണിന് വന്നിട്ട് നിങ്ങൾക്ക് 6/6 100% നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് നിങ്ങളുടെ ഫിസിക്കൽ ഈവന്റ്. ഫിസിക്കൽ ഈവന്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് 100 മീറ്റർ റണ്ണ് വന്നിട്ട് 14 സെക്കൻഡിലാണ് നിങ്ങൾക്ക് ഓടാനുള്ളത്. ഓക്കെ, ഇതിനകത്ത് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടോട്ടൽ 8 ഈവന്റ് ഉണ്ട്. 8 ഈവന്റിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 4 ഈവന്റ് കൈകൊണ്ട് ചെയ്യാനുള്ളതും 4 ഈവന്റ് കാലുകൊണ്ട് ചെയ്യാനുള്ള ഈവന്റുമാണ് PSC നിങ്ങൾക്കായിട്ട് ഫിസിക്കൽ ടെസ്റ്റിലേക്ക് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഈവന്റ് 100 മീറ്റർ ആണ്, 14 സെക്കൻഡിലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഹൈ ജമ്പിലേക്കാണ് പോകുന്നത്. 132 സെന്റിമീറ്റർ, അതായത് 1 മീറ്റർ 32 സെന്റിമീറ്റർ നിങ്ങൾക്ക് ചാടാനാണ് ഹൈ ജമ്പ്. ഹൈ ജമ്പ് നിങ്ങൾക്ക് ചാടാനുള്ള 1 മീറ്ററും 32 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് അതിൽ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ജമ്പ്, മൂന്നാമതായിട്ട് വരുന്ന ഈവന്റ് ആണ് ലോങ് ജമ്പ്. ലോങ് ജമ്പ് നിങ്ങൾക്ക് 4.57 മീറ്റർ, അതായത് 4 മീറ്ററും 57 സെന്റിമീറ്റർ നിങ്ങൾ ചാടണം, എന്നാലേ നിങ്ങൾക്ക് ആ ഈവന്റ് പാസ്സാവുകയുള്ളൂ. ഓക്കെ, ലോങ് ജമ്പ് കഴിഞ്ഞാൽ ഫോർത്ത് ആയിട്ട് വരുന്ന ഈവന്റ് ആണ് പുട്ടിംഗ് ദ ഷോട്ട്. നിങ്ങൾക്ക് പുട്ടിംഗ് ദ ഷോട്ട് എന്ന് പറയുമ്പോൾ 6.09 മീറ്റർ നിങ്ങൾക്ക് എറിയാനുള്ള ദൂരമാണ്. അതായത് പുട്ടിംഗ് ദ ഷോട്ട് നിങ്ങൾക്ക് 7.26 kg വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് 6.09 സെന്റിമീറ്റർ നിങ്ങൾ 100% ത്രോ ചെയ്തിരിക്കണം, എന്നാലും നിങ്ങൾ ആ ഇവന്റ് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ. ഏറ്റവും ഈ ഫിസിക്കൽ ടെസ്റ്റിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു ഇവന്റ് ആണ് ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ. നിങ്ങൾക്ക് എറിയാനുള്ള ദൂരം എന്ന് പറയുമ്പോൾ 60.9, അതായത് 60 മീറ്ററും 96 സെന്റിമീറ്ററും ആണ് നിങ്ങൾക്ക് ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ എറിയാനുള്ളത്. സ്റ്റിച്ച് ബോൾ ആയിരിക്കും. സ്റ്റിച്ച് ബോളിൽ നിങ്ങൾക്ക് പിന്നെ എറിയാനുള്ള ദൂരം എന്ന് പറയുന്നത് ഏറ്റവും ഒരു പാടായിട്ടുള്ള ഒരു ഈവന്റ് ആണ്. മിക്കവാറും സ്റ്റുഡൻസിന് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് കാണപ്പെടാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് വരുമ്പോൾ റോപ്പ് ക്ലൈംബിംഗ്. റോപ്പ് ക്ലൈംബിംഗിലേക്ക് പോവുകയാണെങ്കിൽ യൂസിങ് എ ഹാൻഡ് ഓൺലി. ലെഗ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളതല്ല, ഒള്ളി കൈകൊണ്ട് മാത്രം നിങ്ങൾ റോപ്പ് ക്ലൈംബ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ദൂരം എന്ന് പറയാൻ 3 മീറ്ററും 65 സെന്റിമീറ്ററും ആണ് നിങ്ങളുടെ ചെസ്റ്റ് ലെവലിൽ നിന്നും നിങ്ങൾക്ക് റോപ്പ് ക്ലൈംബിങ് കയറാനുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് 7ാമത്തെ ഈവന്റിലേക്ക് പോവുകയാണെങ്കിൽ ചിന്നപ്പ് വന്നിട്ട് 8 ടൈം നിങ്ങൾ ചിന്നപ്പ് എടുക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് 8ാമത്തെ ഈവന്റ് ആയിട്ട് വരുന്ന ഒരു ഈവന്റ് ആണ് 1500 മീറ്റർ. നിങ്ങൾക്ക് അതിന്റെ ടൈം എന്ന് പറയുമ്പോൾ 5 മിനിറ്റും 44 സെക്കൻഡുമാണ് 1500 മീറ്റർ നിങ്ങൾക്ക് ഓടാനുള്ള സമയം. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാനുള്ള 4 ഇവന്റും കാലുകൊണ്ട് ചെയ്യാനുള്ള 4 ഇവന്റും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 100 മീറ്റർ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, 1500 മീറ്റർ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാം റണ്ണിങ് മേഖലയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതേപോലെ കൈയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേഖല പുട്ടിംഗ് ദ ഷോട്ട്, ത്രോ ബാൾ, റോപ്പ് ക്ലൈംബിംഗ്, ചിന്നപ്പ്. ഓക്കെ, ഈ മേഖലയാണ് നിങ്ങൾക്ക് കൈയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മേഖല. അതായത് നിങ്ങൾക്ക് കൈക്കും സ്ട്രെങ്ത് വേണം, കാലിനും സ്ട്രെങ്ത് വേണം. അപ്പൊ 2 രീതിയിൽ നിങ്ങൾക്ക് 100% സ്ട്രെങ്തിന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പോഴേ നിങ്ങൾ ടൈമുണ്ട്, കണ്ടീഷനിങ് ചെയ്യേണ്ട ടൈം ആയി കഴിഞ്ഞു. LD-യുടെ എക്സാമിനൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇപ്പോഴേ മോർണിംഗ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ 100% വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു നല്ലൊരു കോച്ചിന്റെ കീഴിൽ മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈവന്റ് ക്ലിയർ ചെയ്യാൻ എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് ഈവന്റ് ക്ലിയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികൾക്ക് ലെഗിന് വന്നിട്ട് നല്ല സ്ട്രെങ്ത് കാണും, ചില കുട്ടികൾക്ക് കൈക്ക് വന്ന് നല്ല സ്ട്രെങ്ത് കാണും. അപ്പൊ അത് നിങ്ങൾ തിരിച്ചറിയണം. ഓരോ ഈവന്റും നിങ്ങൾ ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം ഇപ്പോഴേ നിങ്ങൾ തിരിച്ചറിയണം എനിക്ക് ഏത്
മേഖലയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് വീക്ക് ആയിട്ടുള്ള സെഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ സ്റ്റുഡൻസ്, അതേപോലെ തന്നെ നമ്മുടെ എക്സൈസിന്റെയും കേരള ഫയർഫോഴ്സിന്റെ ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ കേരള ഫയർഫോഴ്സിന്റെ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് അവർക്ക് സ്വിമ്മിങ്ങിന്റെയും കൂടെ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ സ്വിമ്മിംഗ് ടെസ്റ്റ് നമ്മൾ 100% അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്വിമ്മേഴ്സ് വന്നിട്ട് അവർക്ക് 100% ആയിട്ട് നമ്മൾ പിന്നെ സ്വിമ്മിംഗ് പ്രാക്ടീസ് കൂടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കേരള പോലീസിന്റെ കേരള വുമൺ പോലീസിന്റെ ഫിസിക്കൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതേപോലെ നെറ്റ് എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യകതയുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ് ഇവിടുന്ന്. അതേപോലെ കഴിഞ്ഞ പോലീസ് സേനയിലേക്കുള്ള സ്റ്റുഡൻസ് ഏറ്റവും നല്ല രീതിയിൽ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്ത് ഒരുപാട് റിസൾട്ട് ഉണ്ടായിരുന്ന 100% വിജയമായിരുന്നു നമ്മുടെ കഴിഞ്ഞ പോലീസ് സേനയിലേക്കുള്ള സ്റ്റുഡൻസ് ഇവിടുന്ന് കരസ്ഥമാക്കി വിജയകരമായി പൂർത്തീകരിച്ച് പോയത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അതേപോലെ സ്റ്റുഡൻസ് വിന്നേഴ്സ് ആയ സ്റ്റുഡൻസിന്റെ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. യൂട്യൂബിന്റെയും ലിങ്ക് നമ്മൾ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതേപോലെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. എൻക്വയറി ചെയ്യാവുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ എൻക്വയറി ചെയ്യാം. അതേപോലെ ഈ ഇവന്റുകളിൽ വന്നിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസിനെ എന്നെ വേണ്ടി ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് വിളിച്ചിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഇവന്റുകളുണ്ട് അതിന്റെ വർക്കൗട്ടുകളും കാര്യങ്ങളും എടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ സ്റ്റുഡൻസ്, ജയ് ഹിന്ദ്.